ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. പാസ്റ്റർ SCI ദൈവത്തെ സ്തുതിക്കുന്ന അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും ഉത്സാഹവും ആണ് ഈ ബൈബിൾ ക്ലാസ് ഇപ്രകാരം നടത്താൻ തക്കണം ദൈവടിയാക്കിയത്. ഇന്ന് ബൈബിൾ വായനയെ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ പതിവ് പോലെ നമ്മുടെ സിസ്റ്റർ റോസമ്മയും അതുപോലെ ഏഞ്ചൽ മോളുമാണ്. ദൈവം സഹായിക്കട്ടെ. ആ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കാണുന്നത്. ഇപ്പം പാട്ട് നമ്മൾ കേട്ടില്ലേ, കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ എത്ര സന്തോഷമാണ്. നമ്മൾ തമ്മിൽ നമ്മുടെ മുഖം കണ്ട് നമുക്ക് ദൈവത്തെ ഒന്നിച്ച് പാടി സ്തുതിക്കുക. ഇപ്പം മറ്റ് ചിന്തകളെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് 1 മണിക്കൂർ സമയം ദൈവദിന ചിന്തയിലേക്ക് നമുക്കായിരിക്കും. നമ്മുടെ 9ാമത്തെ പഠന ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ ആസ്തിയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവനുമായവങ്കിൽ നിന്ന് അവരുടെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പൊട്ട് നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ ഞാൻ വേഗാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ആമേൻ. ഈ ഭാഗം മൊത്തം പറഞ്ഞ് നമ്മൾ ചിന്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അതിന് വളരെ ചുരുക്കമായി കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ചില യോഗ്യതകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതി. ആ ഭാഗം നമ്മൾ ചിന്തിച്ചതാണ്. അതുപോലെ താഴോട്ട് വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവൻ. ഇവിടെ ട്രിനിറ്റി, തൃത്വം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും എന്ന് പറയുന്നത് നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പിന്നീട് നമ്മൾ വായിക്കുന്നു പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. ഇവിടെ സിംഹാസനത്തിനുള്ള 7 ആത്മാ. അപ്പൊ 7 ആത്മാക്കളുണ്ട്. ആ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് വ്യാഖ്യാനം ഞാൻ പറഞ്ഞതാണ്. യെശയ്യാ-പ്രവചനം 11:2 അവിടെ വായിക്കുന്നു. 7 സഭകളോടുള്ള ബന്ധത്തിലാണ് 7 ആത്മാവ് എന്നവിടെ പറഞ്ഞത്. ആത്മാവ് ഒന്നേ ഉള്ളൂ. ആത്മാവിന്റെ പൂർണ്ണതയാണ് നമുക്കവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും ഒരിക്കലും നമുക്ക് അതേ സംശയമില്ലാത്ത നിലയിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം മൊത്തം അതാണ് നിറഞ്ഞിരിക്കുന്നത്. സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ 7 ആത്മാക്കൾ അവിടെ വായിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കാണുന്നു. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇന്ന് തൃത്വ നിഷേധികൾ ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. പല ദൈവമക്കളും അത് കേൾക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഉത്തരമില്ലാതെ ബുദ്ധിമുട്ടുന്ന രംഗങ്ങൾ കാണുവാൻ കഴിയുന്നു. പല പ്രാവശ്യം തൃത്വ നിഷേധികൾക്ക് ഞാൻ ഖണ്ഡന പ്രസംഗം നടത്തിയാണ്. അവരുടെ ചില മഹാന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അത് തെളിയിപ്പാൻ തക്കണം തൃത്വമില്ല എന്ന് തെളിയിപ്പാൻ തക്കണം സാധ്യമല്ല. നമ്മളെല്ലാവരും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ത്രിയേക ദൈവത്തെ ഒരു എക്സാമ്പിൾ കൊണ്ട്, ലോകപരമായ ഒരു ദൃഷ്ടാന്തം കൊണ്ട് നമുക്ക് തെളിയിപ്പാൻ തക്കണം. അത് ചെയ്യുന്നത് ബുദ്ധികേടാണ്. ചിലത് റബ്ബറിങ്കായ എടുത്ത് കാണിച്ചിട്ട് ഇതിന് എത്ര ഭാഗമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 3 ഭാഗമുണ്ട്. 3 ഉണ്ടോ? ഇല്ല, 1 ആണ്. ഇതുപോലാണ് ട്രിനിറ്റി എന്ന് പറഞ്ഞേ
ദൃഷ്ടാന്തങ്ങൾ കാണിക്കാം. ദൈവത്തെ ഒരു ദൃഷ്ടാന്തം കൊണ്ടും തെളിയിപ്പാൻ തക്കണം സാധ്യമല്ല. കാരണം ദൈവം തന്നെ വെളിപ്പെടുത്തിയ നിലയിലെ നമുക്ക് മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. ദൈവം താനായി തന്നെ വെളിപ്പെടുത്തി കാണിച്ചു. എന്നാൽ ഏക ദൈവമേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ഏക ദൈവത്തിൽ 3 ആളത്വങ്ങൾ പ്രവർത്തിക്കുന്നതായി, 3 വ്യക്തിത്വങ്ങൾ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ആ 3 ആളത്വങ്ങളും ഒന്നാണ്. ലൂസിഫർ അഹങ്കരിച്ചപ്പോൾ അവന്റെ മനസ്സിൽ പ്ലാൻ ചെയ്തത് എന്താണെന്നറിയാമോ? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറി. നമ്മൾ വെളിപ്പാട് അല്ല, യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറി. ഈ ഭൂമിയിലാണ് അവന്റെ വാസമാക്കിയിരുന്നത്. ഈ ഭൂമിയുടെ ആധിപത്യം മൊത്തം അവന് കൊടുത്തതാണ്. അവനവിടെ ഭരിച്ചുകൊണ്ടിരിക്കുക. അവൻ അവിടെ നിന്നുകൊണ്ട് അവന് ലഭിച്ച ആ ആധിപത്യത്തിൽ, അവന് ലഭിച്ച ആ ജ്ഞാനത്തിൽ, യെശയ്ക്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു. ജ്ഞാന സമ്പൂർണനായിരുന്ന ദൈവം അവനെ അപ്രകാരമാണ് സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവൻ ചിറക് വീഴ്ത്തുമ്പോൾ സകല സംഗീതവർണ്ണങ്ങളും പുറപ്പെടുമായിരുന്നു. അവന്റെ പ്രത്യേക ജോലി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അരികെ ചെല്ലുമ്പോൾ താനും തന്റെ ആധിപത്യമുള്ള ദൂതന്മാരും പാടി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ഒരു ഗാന ശുശ്രൂഷയും ദൈവം അവനെ ഏൽപ്പിച്ചു. അപ്പൊ അവന് ഈ ഭൂമിയുടെ ആധിപത്യത്തിൽ ഏദനിൽ ഇരിക്കുമ്പോൾ അന്ന് ഒരു ഏദനുമായിരുന്നു. കാരണം ഈ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു എന്ന് യെശയ്ക്കേൽ പ്രവചനം 28-ാം അധ്യായം നമ്മൾ വായിക്കണം. അതുപോലെ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം വായിക്കുമ്പോഴാണ് ലൂസിഫറിനെ കുറിച്ച് കാണുന്നത്. അതിന്റെ അർണോദയപുത്രനായ ശുക്ര എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഇംഗ്ലീഷിലാണ് ലൂസിഫർ എന്നുള്ള പേര് പറയുന്നത്. ഓ സൺ ഓഫ് ദ മോർണിംഗ്, ഓ ലൂസിഫർ എന്ന് അത് ഇംഗ്ലീഷിലാണ് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ലൂസിഫറിന് താൻ തന്റെ ആധിപത്യത്തിൽ, ഭൂമിയുടെ ആധിപത്യത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞ ആ സന്ദർഭത്തിൽ അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറി, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറി, ഞാൻ സ്വർഗങ്ങൾ കയറി. എന്നിട്ട് ദൈവത്തിന്റെ നിവാസസ്ഥാനമായ അത്യുന്നതിനോട് ഞാൻ സമനം. അത്യുന്നതിനോട് ഞാൻ സമനം. അവൻ നോക്കിയപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സ്നേഹത്തിൽ, ഒറ്റ മനസ്സിൽ, ഒരേ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്കും അവരിൽ ഒരുവനെ പോലെ ആകാൻ തക്കണം ലൂസിഫർ ആഗ്രഹിച്ചു. അതാണ് പറയാ, ഞാൻ അത്യുന്നതിനോട് സമനാകും. എന്റെ സിംഹാസനം മീതെ വെക്കും. നോക്കണം എന്തെല്ലാം അഹങ്കാരം അവരുടെ പൂർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ അടിച്ചു താഴെയിട്ടു. ഈ ദേവപർവ്വത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവനെ വെട്ടിത്താഴെയിട്ടു. അവൻ ഈ അന്തരീക്ഷത്തിലേക്ക് വീടാൻ തക്കൊണ്ടിയായി. പാതാളത്തിലേക്കല്ല പോയി, ഈ അന്തരീക്ഷത്തിലേക്ക്, പാതാളത്തിലേക്ക് പോകുന്ന സന്ദർഭം അവന്റെ വികാരം ഈ ആകാശ ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മ സേന. അതേസമയം തന്നെ അവന് ഈ ലോകത്തിന്റെ പ്രഭു എന്ന് വിളിച്ചു. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ അവന്റെ ഉള്ളത്തിൽ തന്നെ ആഗ്രഹം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവര് പ്രവർത്തിക്കുന്ന പോലെ നാലാമനായി അവനും കയറി ഇരുന്ന് അത്യുന്നതിനോട് സമരാകണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹം. അതുകൊണ്ടല്ലേ തിമോത്തിയോസ് കൊണ്ട് പൗലോസ് എഴുതിയത്, നഗരിച്ചിട്ട് പിശാചിനുമെന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ തന്നെയുള്ള പുതിയ ശിഷ്യന്മാരുണ്ട്. പുതിയ ശിഷ്യന്മാര് പെട്ടെന്ന് കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നഗലിക്കും. അതുപോലെ വരാൻ ഇടവരുന്നത് എന്ന് നമ്മൾ വായിക്കും. ചില കാര്യങ്ങൾ 10 മിനിറ്റ്, അതെ, എനിക്കൊരു 2 മണിക്കൂറത്തെ പ്രസംഗമാണ് ട്രിനിറ്റിയെ കുറിച്ച്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ജനത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞ് മാത്രം മനസ്സിലാക്കാൻ തന്നെ ആഗ്രഹിക്കും. ആദ്യമായി എബ്രായലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചു. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. തന്റെ മടിയിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തരണം കഴിയത്തില്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കും. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിൽ ഏകരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ
ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദൈവത്തിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തൊന്നും കഴിയും. ആദ്യം മുതൽ ഈ ട്രിനിറ്റിയെ കുറിച്ച് ഒരു സംശയമില്ലാത്ത നിലയിൽ ദൈവജനത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ തിരുവചനം കൊടുത്തിട്ടുണ്ട്. 3-4 വാക്യങ്ങൾ എടുത്തോടിച്ച് വായിക്കാം. ഒന്നാമത് അതേ നമ്മൾ വായിക്കേണ്ടത് 2 കൊരിന്ത്യർ 13:14 ആശീർവാദം പറയുമ്പോൾ നമുക്ക് അവിടെ തൃത്വം കാണുവാൻ കഴിയും. വായിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നോക്കണമേ, അവിടെ ആശീർവാദം. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അതേ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അർത്ഥമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ള ആശീർവാദത്തോടാണ് തുറന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ പിതാവായ ദൈവത്തിൽ നിന്ന്, പുത്രനായ ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്ന് ആശീർവാദം ഉണ്ടാകും. അപ്പൊ ഇവിടെ ആശീർവാദം പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസം. അവിടെ ആശീർവാദത്തിൽ ട്രിനിറ്റി നമുക്ക് കാണുവാൻ കഴിയും. ഇനി മത്തായി 3:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം യേശു യോഹന്നാൻ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, ഇന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയിൽ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദവും ഉണ്ടായി. നോക്കണമേ, സ്നാന സന്ദർഭത്തിൽ തൃത്വം യോജിക്കുന്നു. നോക്കണമേ, സ്നാനപ്പെടുത്തുമ്പോൾ കാരണം യേശു വെള്ളത്തിൽ നിൽക്കും. യേശുവിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രധാനമായ ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എനിക്ക് ഈ ഭാഗം അത് പറയാതെ മുന്നോട്ട് പോകാനൊക്കെ നോക്കത്തില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, യേശു ക്രിസ്തുവിന്റെ ത്രിയേകത്വം, അതിനെ നിഷേധിക്കുന്ന ഒരു വലിയ സംഘടന ഇന്ന് ലോകത്ത്. അതിനെ നമ്മൾ എതിർക്കണം. നിങ്ങളോട് തർക്കിക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് സ്നാന സന്ദർഭത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവരെ നമുക്ക് കാണുവാൻ തക്കുന്ന കഴിയും. ഇനി മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 1:26-27 വായിക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം പറയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ, അതാരാണ്? ദൂതന്മാരാണ് പറയുന്നത്. ദൂതന്മാരാണ് പറയുന്നത് അല്ല. നാളെ ഒരു ദേവദാസൻ പറഞ്ഞു, തിരുമേനിമാരൊക്കെ പറയുന്നത് നാം എന്നാ പറയുന്നത്. അങ്ങനെയുള്ള നാം അല്ല ഇവിടെ. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം പറയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 പേരും ഒന്നിച്ച് യോജിച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മളിൽ ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 വിഷയങ്ങൾ നമ്മൾ ഉള്ളടക്കം ചെയ്തിരിക്കും. നമ്മളെ നോക്കിയാൽ മതി തൃത്വം തെളിയിക്കാം. നമുക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവ്. 1 Thessalonians 5:23-24 വാക്യം വായിക്കുമ്പോൾ സമാധാനത്തിന് ദൈവം നിങ്ങളെ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ദേഹി അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യ സൃഷ്ടിക്കുക. നമ്മളെ നോക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ ഇത് മൂന്ന് പിരിവാറ്റ് കാണാൻ പറ്റുന്നില്ല. CV ആൻഡ്രൂസ് എന്ന് പറയുമ്പോൾ, പക്ഷെ ഇത് 3ഉം കൂടെ ഉൾപ്പെടുത്തിയാണ് എന്നെ CV ആൻഡ്രൂസ് എന്ന് പറയുന്നത്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ പറയും ശവം കിടക്കുന്നു. എന്നാൽ ഇപ്പൊ പറയുന്നത് എന്താണ്? CV ആണ്. എന്നിൽ എന്തൊക്കെയുണ്ട്?
ദേഹമുണ്ട്. ഈ ദേഹം നിങ്ങൾക്ക് കാണും, ആത്മാവിനെ കാണാൻ ഒക്കത്തില്ല. ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അവൻ ജീവൻ മൂക്ക് ഊതിയപ്പോഴാണ് നമുക്ക് പ്രാണൻ ലഭിച്ചത്, ജീവശ്വാസം. അപ്പോൾ ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ദൈവത്തിന്റെ അരികിലേക്ക് പോകും. ജീവൻ തന്ന ജീവനും ദൈവസന്നിധിയിലേക്ക് കടന്നു. ഈ ശരീരം ഈ ലോകത്തിൽ നമ്മൾ അടക്കും. ദേഹം, ദേഹി, ആത്മാവിനെ കുറിച്ച് താഴോട്ട് വരുമ്പോൾ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കുന്നു. നമ്മൾ അതും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എന്നെ നോക്കുമ്പോൾ എന്നിൽ തൃത്വമുണ്ട്. തൃത്വം എന്ന് പറഞ്ഞാൽ ദൈവിക തൃത്വത്തിന്റെ കാര്യം. ദേഹം, ദേഹി, ആത്മാവ്. പക്ഷേ നിങ്ങൾക്ക് ദേഹിയെ കാണാൻ ഒക്കത്തില്ല, ആത്മാവിനെ കാണാൻ ഒക്കത്തില്ല, ദേഹത്തെ മാത്രമേ കാണാതൊക്കുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയാതെ കൂടിയായിരുന്നു. ഇനി 3:22, ഉൽപ്പത്തി 3:22. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുന്നത് എന്ന് കൽപ്പിച്ചു. നോക്കണമേ, ദൈവം പറയാം മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞ് പറയാണ് മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കും. നന്മ തിന്മകളെ തിരിച്ചറിയത്തക്കൊണ്ണം അവൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കും. ആരിത് ദൂതനെ കൂടിയാണ് പറയുന്നത്? അല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ നമ്മിൽ. കാരണം നന്മയും തിന്മയും വിവേചിച്ചറിയുവാൻ പിതാവിന് കഴിയും, പുത്രന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവ് വിലക്കിന്ന് വായിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് സംസാരിച്ചെന്ന് വായിക്കുന്നില്ലേ? ആളത്വം കണ്ടില്ലേ? കാരണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയത്തക്കൊണ്ണം നമ്മിൽ ഒരുത്തനെ പോലായി. അവിടെ ട്രിനിറ്റി ആർക്ക് കാണുവാൻ കഴിയുന്നു? ഉൽപ്പത്തി 11:7 വായിച്ച് അവർ ഗോപുരം പറഞ്ഞ സമയത്ത് വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കളക എന്ന് അരുളി ചെയ്തു. നോക്കട്ടെ, 11-ാം അധ്യായം 5-ാമത്തെ വാക്യം യഹോവ ഇറങ്ങി വന്നു. ഇവരുടെ പണിയും ഇവരുടെ പ്രവർത്തനം കാണാൻ തക്കണം. 11-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യഹോവ ഇറങ്ങി വന്നെന്ന് അവിടെ ഇരിക്കുന്നു. എന്നാൽ യഹോവ സംസാരിക്കുകയാണ്, നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കണക്കിക്കളാണ്. യഹോവ ഇറങ്ങി വന്നു. അപ്പൊ ഏക ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങൾ ഉണ്ടെന്ന് അവിടെ നമ്മെ വിളിച്ചറിയും. ഇതെല്ലാം ഭാഷ കലക്കിക്കളഞ്ഞ സന്ദർഭമാണ്. ആരാണ് കലക്കിക്കളഞ്ഞത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേരും കൂടെ ചേർന്നാണ് ഭാഷ കലക്കിക്കളയുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആ വാക്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. യോഹന്നാൻ 14:13. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഞാൻ ചെയ്തു തരും. അടുത്തത്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. അവിടെ ഒരു വാക്യമില്ലേ, ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അത് വാക്യം തെറ്റിപ്പനി. ഞങ്ങൾ താഴോട്ട് വായിച്ചിരുന്നുണ്ട്. ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നമ്മൾ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ വാക്യം, ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. 14-ാം അധ്യായത്തിൽ ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് വാസം ചെയ്യും. ആരാണ് ഞങ്ങൾ? ആരാണ് ഞങ്ങൾ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നു, ഞാൻ നിങ്ങളോട് വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ അവനോട് വാസം ചെയ്യും. നമ്മൾ വായിക്കുന്നു. അടുത്ത വാക്യം വായിക്കേണ്ട യെശയ്യാപ്രവചനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങി മനസ്സ് വികാസിക്കുന്ന യെശയ്യാവ് കണ്ടു. താറാപ്പുകൾ അവന്റെ ചുറ്റും നിന്നു. അവർ പാടുന്ന പാഠം തന്നറിയാമോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 3 പ്രാവശ്യം. 4 അല്ല പറഞ്ഞത്, 2 അല്ല പറഞ്ഞത്, 3 പ്രാവശ്യം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിതാവാം ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നല്ല ചെയ്യും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാചകമാണ്, നിങ്ങൾ സ്നാനപ്പെട്ടെങ്ങനെ ആ സ്നാനപ്പെടുത്തണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 4 സ്ഥലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നെഴുതിയിട്ടുണ്ട്.
ആ ഒരു വാക്യത്തിന്റെ വെളിച്ചത്തിൽ അപ്പോസ്തോലിക സഭ എന്നറിയപ്പെടുന്ന വന്നസ്കാർ യേശുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുന്നത്. ഞാൻ അവരുടെ ദുരുപദേശ കണ്ണങ്ങൾ എന്ന് പറഞ്ഞ് 10 ദുരുപദേശ കണ്ണങ്ങൾ എടുത്ത് ഞാനത് പ്രസംഗിച്ചു. 4 പ്രാവശ്യമാണ് അപ്പോസ്തല പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച ഫോർമുല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. എന്നാൽ അവർ സ്നാനം കഴിപ്പിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെയായിരുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പൊല്ലോസ് വെറുതെയിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തിയിട്ട് വായിക്കും. എഫെസോസിലെത്തിയപ്പോൾ അവിടെ 12 ശിഷ്യന്മാരെ കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 19 നിങ്ങൾക്ക് അറിയാവുന്ന 19 അറിയാവുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവർ നല്ല ഉയർക്കത്തോടെ ആണെന്ന് നിൽക്കുന്നു. അവരോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ വിശുദ്ധിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമോ? അന്നേരം അവർ കൊടുത്ത ഉത്തരം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ പൗലോസിനെ പറ്റി സംശയം, എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? കാരണം സ്നാനത്തെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്ക് കേൾക്കുമല്ലോ. പൗലോസിന് വലിയ സംശയമായി. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ സ്നാനം ഏറ്റവരാണെന്നുള്ള ഒരു ചിന്തയിലാണ് പൗലോസ് ഇവരോട് ഇടപെട്ടത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറഞ്ഞു ഇല്ല. അതെ, ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് പോലും ഞങ്ങൾ കേട്ടു. ഉടനെ അടുത്ത ചോദ്യം, എന്നാൽ നിങ്ങളുടെ സ്നാനം ഇതായിരുന്നു? സ്നാന സന്ദർഭത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പറയുള്ളൂ. സ്നാനം ഏതായിരുന്നു? അതാ ചോദിച്ചത്. അപ്പൊ അത് പറഞ്ഞു, അത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞു, ആ സമയം കഴിഞ്ഞുപോയി. അത് മാനസാന്തരത്തിന് തെളിവിനായിട്ട് സ്നാനപ്പെടുത്താണ്. അവന്റെ പിന്നാലെ വന്ന നസറേയനാകുന്ന യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് അവരെ അടിച്ച് സ്നാനപ്പെടുത്തി. ആ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായി. ഈ വിധത്തിലുള്ള അനേക തെളിവുകൾ നമുക്ക് തെളിയിപ്പാത്ത കൊണ്ട് കഴിയും. യേശു നമുക്ക് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കപ്പെടും, അവിടെ വായിക്കുന്നു ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റെന്നെങ്കിലും. അങ്ങനെയാണെങ്കിൽ യേശുവിനെ വിശ്വസിക്കണ്ട, അതേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണ്ട, ഫിലിപ്പോസിനെ വിശ്വസിച്ചാൽ മതിയില്ല, കുറഞ്ഞു പോയത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളില് ഒരു നാമവും അറിയാതെ സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നാമൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് നാമൊന്നും പറയേണ്ടല്ലോ. ദൈവത്തിന്റെ പൈതലി, നമ്മൾ കുഴഞ്ഞു പോയത്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന കൂട്ടത്തിൽ ശാന്തമായി ഇതെല്ലാം പഠിച്ചു വേണം. അന്ന് അപ്പോസ്തലന്മാർ എപ്പോഴും ഉപയോഗിച്ചിട്ടിരുന്ന നാമമാണ് യേശുവിന്റെ നാമം. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം അല്ലാതെ വേറൊരു നാമവും. എപ്പോഴും യേശുവിന്റെ നാമത്തിൽ അശേഷം മിണ്ടരുന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മിണ്ടുമെന്ന് പറഞ്ഞു. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. എന്നാൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ ഫോർമുല അനുസരിച്ചാണ് സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ 4 പ്രാവശ്യം എഴുതിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നെങ്കിലും അവരുടെ സ്നാനത്തിന്റെ ഫോർമുല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായിരുന്നു. അതിന്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ഇനി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കും. കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവന്റെ ശിഷ്യന്മാർ യോഹന്നാൻ 16-16 അതെ. ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് മറ്റൊരു കാര്യസ്ഥൻ നിങ്ങൾക്ക് അയച്ചുതരും എന്നുള്ള വാക്യം. ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ തെറ്റിപ്പായിരുന്നു. ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചുതരും. ആ വാക്യം എവിടെ ഉണ്ടോ? 6-ാം വാക്യം. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ എനിക്ക് വരികയില്ല. ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാനെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു. പിതാവ് ഇങ്ങോട്ട് ചോദിക്കും, മറ്റൊരു കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അപ്പൊ ഞാനെന്ന് പറയുന്നത് യേശു, പിതാവ് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് നിർത്താം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകാഴ്ചയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്നും ആത്മാവൊന്നും കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. നോക്കണമേ, 3 കൂട്ടം കാര്യങ്ങൾ. ആത്മാവൊന്ന്, പിന്നെ പുത്രനൊന്ന്, അതേ അതുപോലെ തന്നെ പിതാവ് ഒരുവൻ.
കേട്ടോ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 കൂട്ടം കാര്യങ്ങൾ അവിടെ വിളിച്ച് പറയുന്നു. അതുപോലെ അതേ വാക്യം തന്നെ 1 കൊരിന്ത്യർ 12 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും കാണുവാൻ കഴിയും. ഇനി 12ാമത്തെ വിഷയം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുക. സ്തെഫാനോസ് മരിക്കുന്ന സമയത്ത് കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:55 ഞാൻ പറഞ്ഞു വിടുക. പിതാവിന്റെ വലത്തുഭാഗത്ത്, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവസിംഹാസനം, പിതാവ്, യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനാണ് പറയുന്നത്. നോക്കണമേ, ട്രിനിറ്റി ഉണ്ടോ? പിതാവായ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു, യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനാൽ പറയുന്നു. അവിടെ 7-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ എഴുതിക്കുന്നത്, സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവസിംഹാസനവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഉൽപ്പത്തി പുസ്തകം മുതൽ ഇതുപോലെ 100 കണക്കിന് വാക്യങ്ങൾ ട്രിനിറ്റി തെളിയിപ്പാൻ തക്കണമുണ്ട്. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധികൃതമായ യേശു ക്രിസ്തുവിന്റെ നിന്നും അവന്റെ സിംഹാസനത്തിന്റെ മുകളിലെ ഏഴാന്മാക്കളുടെ മക്കളിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവുമായി. ആ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് കൃപയും സമാധാനവും. എനിക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഞാൻ ഈ ഭാഗം മൊത്തം പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. കൃപ, സമാധാനം, കൃപയും സമാധാനം, ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടാണ്. കൃപ ഉൽപ്പത്തി 19-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. വലിയ കൃപ നമുക്ക് ലഭിച്ച കൃപ എന്ന് പറഞ്ഞാല് വലിയ കൃപയാണ്. ലോത്ത് പറഞ്ഞ മാറ്റുക, എന്നോടുള്ള നിന്റെ കൃപ വലിയത്. അപ്പൊ ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ, വലിയ കൃപയാണ്. എന്താണ് ഈ കൃപ എന്ന് പറഞ്ഞാൽ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. യാതൊരു അർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ വീടിന്റെ വെളിയിൽ കൂടെ, പറമ്പിൽ കൂടെ നടന്നപ്പോൾ ഒരു കരച്ചിൽ നടന്നു തന്നു. കരച്ചിൽ കേട്ടപ്പോ ഇത് കരച്ചിൽ എവിടുന്നാ പറഞ്ഞറിയാത്ത കൊണ്ണം താന് ഇങ്ങനെ നടന്നു നോക്കിയപ്പോ ഒരു കലിങ്ങിന്റെ കീഴെ ആ കരച്ചിൽ. ആ കലിങ്ങിന്റെ കീഴെ ചെന്ന് നോക്കിയപ്പോ ആരോ പ്രസവിച്ചിട്ടൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി. പാപത്തിൽ പ്രസവിച്ചതാണ്. അപ്പൊ ആ കുഞ്ഞിനെ കലിങ്ങിന്റെ കീഴിൽ നല്ലപോലെ തുണിക്കകത്ത് പൊതിഞ്ഞെട്ടി അവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. ഈ വീട്ടുടമന് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അറിവ് തോന്നി. ഈ അറിവ് തോന്നിയിട്ട് പണ്ട് കാലത്താണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ ഈ കുഞ്ഞിനെ വളർത്തണം എന്ന് പറഞ്ഞു. ഒരാൺകുഞ്ഞ വളർത്താൻ തക്ക. ഈ മനുഷ്യന് 6-7 മക്കൾ വേറെ. അവരും കൊച്ചുപിള്ളേർ. അവരുടെ കൂടെ ഈ കുഞ്ഞും വളർന്നു. അദ്ദേഹം വലിയൊരു ധനവാനാണ്. ഈ കുഞ്ഞിനെ വളർത്തി മറ്റവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത പോലെ ഈ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുത്തു. ഇദ്ദേഹം പ്രായം ചെന്ന് വൃദ്ധനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വത്ത് വിഭജിച്ച കൂടുതൽ എല്ലാം കൂടെ ഈ കുഞ്ഞിനെ കൂടെ 8 മക്കളാണ്. വലിയ സ്വത്തുകാരൻ. ബാങ്കിലെ പണവും എല്ലാം 8ആയിട്ട് തിരിച്ച് ഈ കുഞ്ഞിനും കൊടുത്തു. ഈ കുഞ്ഞിനെ അറിയാം, പലരും പറഞ്ഞു കേട്ടു, മനസ്സിലായി എന്നെ എടുത്തു വളർത്തിയ ഒരു കുഞ്ഞാണ്. നോക്കണമെന്നാ ഈ പിതാവ് പക്ഷാപതം കാണിക്കാതെ എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് ഈ കുഞ്ഞിനും സെയിം ഒരുപോലെ ഫയർ കൊടുത്തു. മറ്റു കുഞ്ഞുങ്ങൾക്ക് യാതൊരു അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടായി. ആ പിതാവിന്റെ കുഞ്ഞിനെ പോലെ വളർത്തും. ആ കുഞ്ഞൊരിക്കൽ സാക്ഷ്യം പറയുകയോ, സാക്ഷ്യം പറയുന്നപ്പോ എനിക്ക് ഇതൊന്നും ലഭിക്കാത്തക്കുള്ള യാതൊരു യോഗ്യത ഉള്ളത്, ഞാന് മരിച്ചു പോകാറുണ്ട്, കലിങ്കിന്റെ കീഴെ കിടന്ന് മരിച്ചു പോകാൻ ഈ എന്റെ പിതാവിന് എന്നെ കണ്ട് മനസ്സലിഞ്ഞ് എന്നെ വളർത്തി എനിക്ക് നല്ല ഉന്നതമായ വിദ്യാഭ്യാസം തന്നു, എന്നെ നല്ലൊരു മെഡിക്കൽ ഡോക്ടറാക്കി എന്നെ ഇത്രത്തോളം ഉയർത്തിയ എന്റെ പിതാവ് സ്ഥലമെല്ലാം ഇരിച്ചു കൊടുത്ത് സെയിം ഷെയർ എനിക്കും ഒരു വ്യത്യാസം കാണിക്കാൻ എനിക്ക് തന്നു. അതിനാണ് കൃപ എന്ന് പറയുന്നത്. അതിനാണ് കൃപ. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മളെ ദൈവത്തിന്റെ പൈതലേക്ക് അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരെ കണ്ടില്ല, കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനാണ് അധികാരം കൊണ്ട് അർഹതയില്ലാത്ത സ്ഥാനം, അർഹതയില്ലാത്ത സ്ഥാനത്തിൽ ലഭിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്.
ലോത്ത് പറയാണ്, എന്നോടുള്ള നിന്റെ കൃപ വലിയതല്ലോ. കാരണം പല പ്രാവശ്യം അവിടെ ഇറക്കാൻ നോക്കി, ഇറങ്ങത്തില്ല. ആ ഭാഗമൊക്കെ നമുക്കറിയാം. ഞാൻ ശ്രദ്ധിക്കാൻ പോയാൽ സമയം. എന്നാൽ കൈക്ക് പിടിച്ച് ദൂതന്മാർ വെളിയിൽ കൊണ്ടുകയായിരുന്നു. കൊച്ചമ്മയ്ക്ക് വരാൻ മനസ്സിലായിരുന്നു, പെൺപിള്ളേർക്ക് വരാൻ മനസ്സിലായിരുന്നു. എന്നാൽ ദൈവത്തിന് അവരോടുള്ള സ്നേഹം കൊണ്ട്, അവരെ നശിപ്പിക്കാത്തക്കൊണ്ട് സാധ്യമില്ലാത്തതുകൊണ്ട്, ബോധം പട്ടണത്തെ നശിക്കുന്ന കൂട്ടത്തിൽ അവർ നശിച്ചു പോയിരുവാൻ അവരെ കൈക്ക് പിടിച്ചു പുറത്തു കൊണ്ടുവന്നപ്പോൾ പറയാണ്, എന്നോടുള്ള നിന്റെ കൃപ വലുതല്ലോ. ദൈവത്തിന്റെ കൃപ വലിയ കൃപയാണ്. യോഹന്നാൻ 1:14 വായിച്ചേ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഈ കൃപ നിറഞ്ഞ കൃപയാണ്. നിറഞ്ഞ കൃപ നമ്മൾ വായിക്കുന്നില്ലേ? ഗബ്രിയേൽ ദൂതൻ മാറിയയ്ക്ക് പ്രത്യക്ഷമാണ് വായിക്കുന്നു. ഓർത്തഡോക്സുകാരൊക്കെ പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ. അങ്ങനെയല്ല, കൃപ നിറഞ്ഞവളെ. മറിയയ്ക്ക് എവിടെ ആകുന്നു? ഈ ശിശു തന്റെ ഉള്ളത്തിൽ വരാൻ തക്കണം എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? എല്ലാരും വിചാരിച്ച് രാജകൊട്ടാരത്തിൽ വരുമെന്ന്. രാജകൊട്ടാരം എന്ന ഒരു ചെറ്റക്കൂടലിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ പെൺകുട്ടിയാണ് ഒരിക്കൽ ദൂതൻ എന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും, ദാവീദിന്റെ സിംഹാസനം ഞാൻ അവനൊടുക്കും, അവൻ യാക്കോബിനെ തന്നേക്കും രാജാവായിരിക്കും. ഇങ്ങനൊരു മശിയ വരുമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാരും കാത്തിരിക്കുന്ന രാജകൊട്ടാരത്തിൽ. അതുകൊണ്ടാണല്ലോ വിദ്വാൻമാർ രാജകൊട്ടാരത്തിൽ. എന്നാൽ യാതൊരു യോഗ്യതയില്ലാത്ത ഈ മറിയയിൽ ഈ കൃപ വലിയാത്ത കൊണ്ടിയായി കൃപയും സത്യവും നിറഞ്ഞ കൃപ. അപ്പോസ്തലൻ പ്രവൃത്തി 11:23 വായിച്ച് വായിക്കാം. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയം നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഇത് സന്തോഷിക്കുന്ന കൃപയാണ്. ദൈവകൃപ കാണാൻ നിങ്ങൾ മനസ്സിലാക്കി. ദൈവകൃപ കാണാൻ ബർന്നബാസ് ഈ അന്ത്യോക്യയിൽ യവന ഭാഷക്കാരുടെ ഇടയിൽ നിന്ന് സുവിശേഷം കേട്ട് അവർ രക്ഷിക്കപ്പെട്ട് അവർ ആരാധിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ, അവർ ആരാധനയിലങ്ങോട്ട് ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബർന്നബാസ് അവിടേക്ക് ചെന്ന വേളയിൽ ദൈവത്തിന്റെ കൃപ കണ്ട് സന്തോഷിച്ചു. ആ ദൈവകൃപയാണ് ഇത് കാണാൻ. ദൈവകൃപ നമ്മൾ ഒരു വീട്ടിലോട്ട് ഒരു ദേവദാസനൊക്കെ കയറി വരുമ്പോഴേ ചിലരെ കണ്ടില്ല, അവരുടെ മുഖം വീർക്കുന്നതാണ്. ഇപ്പൊ എന്തിനാ വന്നു കയറുന്നത് എന്നുള്ള ചിന്തയില്ലേ. പണ്ടൊക്കെ നമുക്ക് ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെല്ലാൻ തക്കവണ്ണം പറ്റത്തില്ലായിരുന്നല്ലോ. നാളെ ഒരു ദേവദാസ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മാമ്മ ഈ ചരവയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് തേങ്ങ ചരണ്ടിക്കൊണ്ടി. അപ്പം അച്ഛനോട് നിൽക്കുന്നു. അച്ഛൻ ഈ പാസ് വന്ന് ഈ സമയത്ത് ഒന്നും കയറി ഇഷ്ടപ്പെട്ടില്ല. അവരതിന്റെ ദോശ കിടന്നുണ്ടാക്കാൻ വന്നു കയറി ഇഷ്ടപ്പെട്ടില്ല. ഈ അച്ഛനും കൂടെ ഓടിച്ചു വന്നിട്ടുണ്ടല്ലോ, ഭാര്യക്കൊണ്ട് ഒറ്റ അടിയാണ്. അടിച്ചപ്പം ഈ അടി കൊണ്ടിട്ട് ഈ ഭാര്യ എന്ത് ചെയ്യാമോ ഈ തേങ്ങ ചരണ്ടി പാത്രത്തോടെ വലിച്ചോണ്ടിട്ട് ഉടനെ ഇത് കണ്ടപ്പോഴത്തേക്ക് പാത്രം ഇറങ്ങിപ്പോയി. ഈ പാത്രം ഭയങ്കര ഈ പാത്രം പുറകിപ്പോയി. ഇവരെന്താ പറയുന്നത് കേൾക്കാണ്ടോ ഇങ്ങനെ ശരിയായിട്ടുണ്ട്. എന്നാ ഈ അച്ചായൻ പറയും, എടി ഞാൻ നിന്നെ അടിച്ചപ്പോ നിനക്ക് നൊന്തോ? നോകാതെ തല്ലിത് കണ്ടോ? ഉടനെ ഈ ഭാര്യ പറയാണ്, അമ്മാമ്മ പറയാണ്, തൂകാതെ തല്ലിത് കണ്ടോ? ഏതാ തേങ്ങായ ഒരു പീര പോലെ താഴെ പോകാതെ തൂകാതെ തല്ലിത് കണ്ടോ? ഉടനെ പാത്രം പുറത്തുനിന്ന് ചോദിക്കുന്നതാ, പുറത്തുനിന്ന് ചോദിക്കാം, പോകാതെ നിന്നത് കണ്ടോ? നമ്മുടെ പാത്രം ഭയങ്കര പിടിക്കണം. എന്റെ താഴെ പോയത് നോക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ദൈവത്തിന്റെ മക്കൾ കയറി വരുമ്പോഴേ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. സന്തോഷിക്കുന്ന കൃപയാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകും സന്തോഷിക്കുന്ന കൃപ. ഞാൻ ചില സമയത്തൊക്കെ ദൈവജനം പ്രസംഗിക്കുമ്പോഴേ ഞാനിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുഖമൊക്കെ കാണുന്നുണ്ടോ, ദൈവകൃപ നിറയുന്നത് കാണുന്നു. അത് അന്യോന്യമുള്ള ആ സന്തോഷം നിറഞ്ഞിരിക്കുന്ന കൃപ നമുക്കുണ്ടായിരിക്കും. അവര് പലരും വീഡിയോ ഓഫ് ചെയ്തായിരിക്കുമെങ്കിലും അവരും നിറഞ്ഞായിരിക്കുന്നു. ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അത് കാണാൻ വേണ്ടിയാ എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറയുന്നു. അവര് ആ കൃപ ഇപ്പൊ കാണുന്നതാന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ മേലും ദൈവകൃപ വ്യാപരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ദൈവകൃപ അപ്പൊ ഇത് സന്തോഷിക്കുന്ന കൃപയാണ്. ഇനി അർത്ഥം പറയുമ്പോൾ ആരും എന്ത് പറഞ്ഞത് കേട്ടോ. 2 കൊരിന്ത്യർ 8:1 2 കൊരിന്ത്യർ 8:1 സഹോദരന്മാരെ, മക്കെദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു.
കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും ദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അടുത്തത് രണ്ടാമത്തെ വാക്യം. മക്കെദോന്യ സഭകൾക്ക് വെച്ച ദൈവത്തിന്റെ കൃപ. അങ്ങനെ വായിച്ചു. അതെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോടും അറിയിക്കുന്നു. അവർ കഷ്ടതയിലെന്ന ദാരിദ്ര്യത്തിലായി അവർ ദൈവയാലെ സഹായിച്ചു, ദശാംശം കൊടുത്തു. കൊടുക്കുന്നതിനുള്ള കൃപ, അതാണ് ദൈവകൃപ. ദൈവകൃപ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന രണ്ട് അന്യഭാഷ പറയുന്നത് അത് കൃപയാണ്. പക്ഷേ മക്കെദോന്യക്ക് സഭയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് അറിയാമോ? അവർക്ക് പ്രാപിച്ച കൃപ എന്ന് പറഞ്ഞാല് കഷ്ടതയിൽ എന്ന കഠിന ശോധനയിലായിട്ടും അവർ തങ്ങളുടെ ദാരിദ്ര്യത്തിൽ ദശാംശം കൊടുക്കാൻ തക്കൊന്നും അവർ പറഞ്ഞില്ല. ആലപ്പുഴയിൽ ഒരു അച്ചായന്റെ ബിസിനസ്, ആലപ്പുഴ, ഇതൊക്കെ ഞാൻ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അച്ചായൻ ബിസിനസ് ഒക്കെ. അപ്പൊ പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയാണ് ആലപ്പുഴയിൽ. ഞാൻ ആലപ്പുഴയൊക്കെ പോയി. അപ്പം ആ ബിസിനസിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ കൊടുക്കുന്ന കാര്യം പറയും ആരുണ്ട് പറയരുത് കേട്ടോ. അപ്പൊ ആ ബിസിനസ് ഇട്ട് കഴിഞ്ഞപ്പം ഈ അച്ചായൻ പറഞ്ഞു, അച്ചായൻ പറയാൻ മധ്യവയസ്കൻ, ഈ ബിസിനസ് വളരുകയാണെങ്കിൽ ഞാൻ 10-1 കൊടുത്തേക്കാം. നമ്മുടെ അമ്മാമ്മ പറഞ്ഞു, ഞാൻ 10-1 100 കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ മാലിച്ചു അമ്മാമ്മയ്ക്ക് ആത്മാവ് കയറി കഴിഞ്ഞ് പറയാണ്, ഞാൻ 10 കൊടുക്കാൻ പോകുന്ന 100 നോക്കണം. അപ്പൊ അമ്മാമ്മ വിചാരിച്ചത് 10-1 വലുത് 100 അങ്ങനെ ചിലത് ചെയ്യുന്നുണ്ട്. 100 കാരണം ദശാംശം കൊടുക്കാൻ ദൈവത്തിന്റെ വചനം. പഴയ നിയമത്തില് ദശാംശം കൊടുക്കാൻ ശക്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ അതിനെ വിലക്കിയിട്ടില്ല കേട്ടോ. അത് കുറച്ചുകൂടെ വർദ്ധിച്ചു വരണം. അപ്പൊ ഈ ആലപ്പുഴയിലെ ഈ മധ്യവയസ്കനെ പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ എന്റെ ഈ ബിസിനസ് പറയുകയാണെങ്കിൽ ഞാൻ 10 കൊടുക്കും. 2 ദിവസം കഴിഞ്ഞപ്പോഴേ 100 രൂപ കൊടുക്കാൻ ദൈവടിയാക്കി. 100 രൂപ ദശാംശം. പിന്നെ അതുകൊണ്ട് പറഞ്ഞു, പിന്നെ 1000 രൂപ കൊടുക്കാൻ ഇടയാക്കി. ബിസിനസ് അങ്ങ് വളർന്നേ. ഈ ദേവദാസന് കൈ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ മാസവും 1-ാം തീയതി. പിന്നെ 10,000 രൂപ കൊടുക്കാൻ ദശാംശമായി. അപ്പൊ എത്രയായി? 1,00,000 രൂപ വരുമാനം, ഒരു മാസത്തെ വരുമാനം വർദ്ധിച്ചു. അപ്പൊ ഈ 10,000 രൂപ കൊടുക്കുന്ന കാര്യം വന്നപ്പോ പുള്ളിക്ക് ഒരു പരിശോധന. അമ്മാന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യം അതുകൊണ്ട് അതിന്റെ ആവശ്യം. അപ്പൊ എന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു കലവൊക്കെ ഉണ്ടായി. അപ്പം പാസ്റ്റർ 1-ാം തീയതി പട്ടത്തെ കാലത്ത് ദാരിദ്ര്യമുള്ള കാലത്ത് ഒത്തിരുന്ന് പ്രാർത്ഥിക്കും ദൈവവാസം. അവിടെ ചെന്നപ്പോ ഈ അച്ഛൻ ചെക്ക് എഴുതാനായിട്ട് പാടി. പുള്ളിയുടെ പരവേശം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, നിന്റെ ദാസൻ 10 കൊടുക്കാൻ കൊണ്ട് തീരുമാനിച്ചു, നീ ബിസിനസ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നിന്റെ ദാസന്റെ ജീവിതത്തിൽ വലിയ പരിശോധന വന്നിരിക്കുന്നു. അതേ ദശാംശം 1000 കൊടുക്കാനിടയാക്കി, 5000 രൂപ കൊടുക്കാനിടയാക്കി, ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ദാസന്റെ ജീവിതത്തിൽ ഇത്രയും കൊടുക്കാൻ തക്കണം ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആദിയിലുണ്ടായിരുന്ന ആ 100 രൂപ ദശാംശം കൊടുക്കത്തക്ക നിലയിൽ ഈ ബിസിനസ് ഒന്ന് ആക്കണമേ. ഒയ്യോ പറഞ്ഞോ, വേണ്ട പ്രാർത്ഥിക്കണ്ട, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അന്നേരം 10,000 രൂപ ഞാൻ പറഞ്ഞു വന്നതേ. കൊടുക്കുന്നതിനുള്ള ഇതൊക്കെ നടന്ന കാര്യങ്ങളുണ്ട്. കൊടുക്കുന്നതിനുള്ള ദൈവം ആശ്രമാരുണ്ട്, ഭയങ്കര മിടുക്കരാണ്. കൊടുക്കുന്നതിനുള്ള ദൈവത്തിനുള്ള മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച കൃപയെന്ന് പറഞ്ഞത് എന്താ കൃപയാണെന്നറിയാമോ? കൊടുക്കുന്നതിനുള്ള കൃപ. ഇനിയും എഫേസ്യരിൽ 2 വാക്യം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൃപയാലല്ലോ നിങ്ങൾ അതിക്രമങ്ങളാൽ മരിച്ചതായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 12-ാം അധ്യായം 9-ാമത്തെ വാക്യം 2 Corinthians 12:9 എന്റെ കൃപ നിനക്ക് മതി. ഞാനത് പറഞ്ഞു വിടുന്നു, എന്റെ കൃപ നിനക്ക് മതി അല്ലേ? പൗലോസ് പറയാണ്, എന്റെ ശൂലം ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് പറയാം. ദൈവം പറഞ്ഞ കർത്താവ് വിചാരിച്ച ശൂലം മാറ്റുന്നു. ചില രോഗങ്ങളൊക്കെ മാറ്റാതിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കാൻ, അല്ലാതെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിക്കുന്നത്. പല പ്രാവശ്യം ആവശ്യം തന്റെ ജഡത്തിലുള്ള ശൂലം മാറ്റാൻ ദൈവം പറഞ്ഞു, മകനെ എന്റെ കൃപ നിനക്ക് മതി. ഈ ശൂലം ഒന്ന് മാറ്റി ഒന്നുമില്ലാതെ വീട്ടില് ഒരസുഖവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഹാർട്ടിന് പ്രോബ്ലം ഇല്ല, ഡയബറ്റീസും ഇല്ല, ഒന്നുമില്ല. ഇതെങ്ങനെ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയൊന്നും കാണത്തില്ല, കുടുംബയോഗം ഒന്നും കാണത്തില്ല, കുടുംബ പ്രാർത്ഥന ഒന്നും കാണത്തില്ല. നാളെ ഒരു പാസ്റ്റർ പറഞ്ഞു, എന്റെ ദൈവം എന്നെ മറന്നു. അപ്പൊ അന്വേഷിച്ചിട്ട് എന്താ ചോദിച്ചു. ഇപ്പൊ എനിക്ക് കഷ്ടതയൊന്നുമില്ല, കാരണം എനിക്ക് എല്ലാം ദൈവം തന്നു, പ്രാർത്ഥിച്ചെല്ലാം. ഇപ്പം എന്റെ കർത്താവ് എന്നെ മറന്നു. അങ്ങനെ ഒരു വെളിപ്പാട് നമുക്കുണ്ടാകും.
കാരണം എനിക്ക് രോഗം വരികയാണെങ്കിൽ എന്റെ കർത്താവിന്റെ ഓർക്കും. എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിച്ചു. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ഇവിടെ വായിക്കുന്നു, പിതാവായ ദൈവത്തിൽ നിന്നും, പിന്നെ പുത്രനായ ദൈവത്തിൽ നിന്നും, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അടുത്ത സമാധാനം. ഈ സമാധാനം എവിടുന്നാ വരുന്നത്? ദൈവത്തിൽ നിന്നാണ്. റോമാലേഖനം 5:1 വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവമാണ് നമുക്ക് സമാധാനം തരുന്നത്. ദൈവത്തോടാണ് നമുക്ക് സമാധാനം. ദൈവം പിണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു. ദൈവമക്കളെ, ദൈവം ഇല്ലാത്ത യാത്ര ഇതാട്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ദൂരസ്ഥരായിരുന്നു, ഇസ്രായേൽ ബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്ത നിയമത്തിൽ അന്യരായിരുന്നു കേട്ടോ, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ഇരുപറ്റത്തെയും ഒന്നാക്കി സമാധാനം തന്ന് നമ്മുടെ ജീവിതത്തിൽ തന്ന ആ സമാധാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആരോടെ സമാധാനം? ദൈവത്തോടാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ഈ സമാധാനം എന്താ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും. കേട്ടോ, സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം. സകല ബുദ്ധിയെയും മാനുഷ്യബുദ്ധിയെക്കാളെല്ലാം നിറഞ്ഞു കവിയുന്ന ഒന്നാണ് സമാധാനം. നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ എത്ര വലിയ ഈ ധനവാന്മാരൊക്കെ ചിന്തിച്ചു, അവർക്ക് സമാധാനമില്ല. ബിസിനസ്സുകാർ ചിന്തിച്ചു, സമാധാനമില്ല. എന്നാൽ പാവപ്പെട്ട ചെറ്റക്കുള്ളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി സമാധാനമുണ്ട്. അവിടെ പാട്ടുണ്ട്. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ വന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ പാവങ്ങളുടെ വീട്ടില് ചെല്ലുമ്പോ സന്ധ്യയ്ക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്നു കാണും യേശുരാജനെ എന്നൊന്നും കേൾക്കാടില്ല. കാലമായി കാലമായി പറന്നു പോകാൻ കാലമായി. അവിടുത്തെ ചായു മാമേ കുഞ്ഞുങ്ങളെല്ലാവരും പാടുന്ന പാട്ട്. കാലമായി കാലമായി പറന്നു പോകാൻ കാലമായി, രാജാതിരാജൻ വരുന്നു വേഗം പ്രിയരെ, രാജാതിരാജൻ വരുന്നു വേഗം പ്രിയരെ, എന്നു കാണും യേശുരാജനെ. ഇതൊക്കെ പാടുന്നുണ്ടോ ഇപ്പൊ? അന്ന് വിളക്കായിരുന്നു, ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഈ കൂടാരങ്ങൾ ഉല്ലാസന്റെയും ജയത്തിന്റെയും കോട്ടം നമ്മുടെ കൂടാരങ്ങൾ ഉയർണം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. യോഹന്നാൻ 16:33 വായിച്ചേ. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നും സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുത്തി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണം, നിങ്ങൾക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ സമാധാനം എവിടുന്നാ വരുന്നത്? നമ്മുടെ കർത്താവിൽ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് നമ്മുടെ കർത്താവാണ് നമ്മുടെ സമാധാനം. അതുകൊണ്ട് ആ ക്രിസ്തുവിലുള്ള സമാധാനം നമുക്ക് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കിയിട്ട് കൃപയും സമാധാനം. ഒരു റെയിൽവേ പാളത്തിന് 2 ട്രാക്ക് ഉള്ളതുപോലെ കൃപയും സമാധാനം, കൃപയും സമാധാനം. എവിടുന്ന്? പിതാവായ ദൈവത്തിൽ നിന്നും, പുത്രനായ ദൈവത്തിൽ നിന്നും, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടായിരുന്നു. ഈ വെളിപ്പാട് ദിവസം ഇങ്ങനെ ഓടിച്ച് എനിക്കിപ്പോ 4 അധ്യായത്തിൽ കയറി വരാൻ പോകുന്ന കാര്യമൊക്കെ പറയാം, നടക്കാൻ പോകുന്ന കാര്യം, മഹോത്തരകാലത്തിലെ കാര്യം നമ്മളൊക്കെ ഇപ്പൊ അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് പഠിപ്പിക്കാൻ പോകാൻ ഞാനിപ്പോ മലങ്കര ക്രിസ്ത്യൻസില് വെളിപ്പാട് ദിവസം 5-ാം അധ്യായമാണ് പഠിപ്പിക്കുന്നത്. 50 ക്ലാസ് കഴിഞ്ഞു ജീവിതത്തിന് സ്വാതന്ത്ര്യം. അതുകൊണ്ട് ശാന്തമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. കൃപയും സമാധാനവും, കൃപയും സമാധാനവും. എഫെസ്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നത്. എഫെസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. അതെ, അവൻ നമ്മുടെ സമാധാനം എന്നാണ് അവിടെ വായിക്കുന്നത്. അവൻ നമ്മുടെ സമാധാനം, അവൻ സമാധാനം ഉണ്ടാക്കി. ഈ നോർത്ത് ഇന്ത്യയില് പാലക്കാട് ഒരു സ്ഥലത്തിൽ ജോസഫ് എന്ന് പറഞ്ഞ ജോസഫ് മേരി ഒരു കുടുംബം ഇങ്ങനെ ഒന്നിച്ച് താമസിക്കും. ഒരു സമാധാനം ഈ നടന്ന സ്വഭാവം ജോസഫ് മേരി. ചിലപ്പോൾ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴേ നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ എടുക്കണം കേട്ടോ, അടുത്ത വീട്ടുകാരൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞിരിക്കണം നടന്നപ്പോൾ കേട്ടോ. ഏഞ്ചൽ മോളെ അത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബൈബിൾ ക്ലാസ് ആരംഭിക്കും.
കട ദിവസം പോയി ആയിരിക്കുന്ന സ്ഥാനത്ത് 3-4 പേരെ വിളിച്ച് ഒരു ബൈബിൾ ക്ലാസ് പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പാലക്കാട്, നമ്മുടെ നാട്ടിലാണ് സംഭവം, പാലക്കാട് ജോസും മേരി, അവര് ഈ ജോസ് ഉണ്ടല്ലോ ഒരു സമാധാനം വേണ്ടി കൊടുക്കും. കള്ളും കുടിച്ചിട്ട് എന്നും ഭാര്യ വന്ന് അടിക്കുന്ന ഒരു വ്യക്തിയാണ്. കിട്ടുന്ന താൻ അഡ്വാൻസ് ഉണ്ടാക്കുന്ന പൈസ മൊത്തം കളയും, സമാധാനം. അപ്പം താൻ കള്ളും കുടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഒറ്റത്തേക്ക് മേരീന്ന് ഈ ഭാര്യ എത്ര നല്ല സ്ത്രീയാന്ന് പറയുന്നത്. ചിലരെ പറഞ്ഞ കാലം വന്നെന്ന് പറഞ്ഞ ഇവളതൊന്നും പറയുന്നു. ഇവളവിടെ ഇറങ്ങിച്ചില്ല. എന്നിട്ട് ആ അരുവ എടുത്തോണ്ടില്ല, വെട്ടുവ കത്തി എടുത്തോണ്ട് വന്നു. അവിടെ വെട്ടുവത്തി എടുത്തോണ്ടിരിക്കും. എന്നിട്ട് അവിടെ തൊട്ടിട്ട് മുളങ്കാടുണ്ട്, ഇല്ലിയൊക്കെ നിൽക്കുന്നു. അവിടെ നിന്ന് ഒരു മുളങ്കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് നേരിയ മിറ്റത്ത് തിരിച്ചു നിർത്തി 2 അടി ഉണ്ടായി. എന്നും ഇത് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ അടി കൊണ്ടാണ് പുള്ളിക്കാരത്തി എന്നും സമാധാനം പട്ടിണി. അപ്പൊ ഈ മേരി സമാധാനമില്ലാതെ അടുത്തൊരു പാവപ്പെട്ട സഭയുടെ അവിടെ കടന്നുപോയി അവിടെ പ്രാർത്ഥിക്കാൻ. അവൾ രക്ഷിക്കപ്പെട്ടു. അവൾ ദൈവഗുരുവിലേക്ക് കടന്നു പോകും. അപ്പം വീട്ടിൽ കർത്താവെ ഒരു സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അവളൊരു ദിവസം പശുവിന് പുല്ല് പറിക്കാൻ ചെന്നപ്പോൾ ഈ മുളങ്കാട്ടിന്റെ അവിടെ ചെന്ന് ഇല്ലി നിൽക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു മൂർക്കമ്പാമ്പ് ചാടി. ഉടനെ ഇവള് അതിന്റെ കടി കൊള്ളാതെ അവിടെ നിന്ന് ഓടി അതിനെങ്ങനെ പറഞ്ഞ് ഓടിച്ചു. നടന്ന സംഭവം ഓടിച്ചു കഴിഞ്ഞിട്ട് ഇവള് വിചാരിച്ചു, എന്റെ ഭർത്താവ് കല്ലൂരിനാണെങ്കിലും അവൻ ഇവിടുന്ന് ആളുകൾ എന്നും സന്ധ്യയ്ക്ക് മുളങ്കമ്പ് കൊടുത്തു. അദ്ദേഹം അങ്ങേര് വന്നാൽ ഈ മൂർക്കമ്പാമ്പ് കടിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവള് തന്നെ നേരത്തെ ഒരു മുളങ്കമ്പ് കണ്ടിച്ചു വെച്ചു. ഇതിലുള്ള ഭാര്യയുടെ കുട്ടിയാണ്. ആ മുളങ്കമ്പ് കണ്ടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. ഈ ഡോസ് കണ്ണൂടി കഴിഞ്ഞ് മിറ്റത്ത് മേരി എന്ന് വിളിച്ചു. പിന്നെ മേരി ഇറങ്ങിച്ചെന്ന സമയത്ത് ആ വെട്ടി എന്നാൽ പറഞ്ഞ അച്ഛാ വെട്ടി എടുക്കാൻ പോകണ്ട, ഞാൻ മുളങ്കമ്പ് വെട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇന്ന് പുല്ല് പറിക്കാൻ ചെന്നപ്പോൾ ഒരു മൂർക്കം പാമ്പിനെ കണ്ടു. അച്ഛാൻ ഇപ്പോൾ അവിടെ ചെന്നാൽ ആ മൂർക്കം പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്തെന്ന് വിചാരിച്ച് ഞാൻ ഒരു മുളങ്കമ്പ് വെട്ടി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് മുളങ്കമ്പ് എടുത്തു. ഈ ജോസ് നില വിളിച്ചു. ആ ഭാര്യയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞാൻ ഇത്രയും നിന്നെ ഉപദ്രവിച്ചില്ല, നിനക്ക് എന്നോട് യാതൊരു വിഷമവുമില്ലല്ലോ, ഞാൻ നശിച്ചു പോടെ നീ പറഞ്ഞില്ലല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ക്ഷമ ചോദിച്ചു, കാലെ പിടിച്ച് ക്ഷമ ചോദിച്ചു. അദ്ദേഹം പെന്തക്കോസ്തിലായി. ഇതാണ് സമാധാനം വരിക എന്ന് പറഞ്ഞത്. ഇതാണ് സമാധാനം. നമ്മുടെ ഭാര്യമാരാണ് എന്ത് ചെയ്യുന്നത്? ഉടനെ അവിടുന്ന് പടങ്ങിയിറങ്ങി അപ്പനെ വിളിച്ചോണ്ട് വന്ന് എന്തെല്ലാം പറയണം. ഇതാണ് ബുദ്ധിമതിയായ ഒരു ഭാര്യ എന്ന് പറയുന്നത്. നീ പല ഉദാഹരണം പറയുന്നു. നമ്മുടെ വീട്ടിൽ സമാധാനം, ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. കേട്ടോ, 2 Corinthians 13:11 വായിച്ചു നമ്മളെ. ദീർഘിക സഹോദരന്മാരെ സന്തോഷിപ്പിൻ, ആശിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പി. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സമാധാനത്തോടെ ഇരിപ്പി. സമാധാനത്തോടെ ഇരുന്നാലേ സ്നേഹസമ്പൂർണമായ ദൈവം നമ്മളോട് ഇരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മത്തായി സുവിശേഷം 5:9 കർത്താവ് പറയുന്നു ഗിരിപ്രഭാഷണത്തിൽ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി. സമാധാനം ഇന്ന് നമ്മുടെ സഭയിലൊക്കെ ജനറൽ ബോഡി നടക്കപ്പെടുന്നു. ഈ അമേരിക്കയില് ഹൂസ്റ്റണില്ലേ ജനറൽ ബോഡി നടക്കുക. പണ്ട് കുറെ നാൾ കുട്ടിയാണ് ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് ഭയങ്കരം വാർത്ത. ഇവിടെയൊക്കെ ഈ പണമൊക്കെ കിട്ടുന്നത് ആൾക്കാർക്ക് ജോലി ചെയ്തേ. പണ്ടത്തെ കാര്യമൊക്കെ മറന്നുപോയില്ലേ? ജനറൽ ബോഡി കൂടെ വാദം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പാസ്റ്ററുടെ ഭാര്യ അവരിപ്പോഴും അമേരിക്കയിലുണ്ട്. ഈ ഭാര്യയ്ക്ക് ഇത് കണ്ടപ്പോൾ തന്റെ ഭർത്താവിനെ ഇട്ട് ആക്ഷേപിക്കുന്ന കണ്ടപ്പോൾ ഈ ഭാര്യയ്ക്ക് അങ്ങ് സങ്കടം. പുള്ളിക്കത്തി തന്നെയാണോ അടുക്കള ചെന്നിട്ട് മുളക് പൊടി വാടിച്ചൊരൊറ്റ ഇറങ്ങി. ആണ് സംഭവം. മുളക് പൊടി വാരി എന്നിട്ട് പാനും ഒക്കെ ഓടിച്ചു. ഈ മുളക് പൊടി അങ്ങോട്ട് വാരി കഴിഞ്ഞ് പാനും കൂടെ ഓടിച്ചെടുത്ത് മുളക് പൊടി എല്ലാവരും കണ്ടിട്ടില്ല, ആർക്കും വിടാനുള്ളത്. അന്നേരത്തെ ഒരാൾ പോലീസിനെ കുറിച്ച് നടന്ന സംഭവം കേട്ടോ. പോലീസ് വന്ന് 3-4 പോലീസുകാർ വന്നപ്പോൾ ആർക്കും കണ്ണ് തുറക്കത്തില്ല, എല്ലാവരുടെ കണ്ണിങ്ങനെ നിൽക്കുന്നു. അപ്പൊ ചോദിച്ചു, ഇതെന്തോ ഇത് സംഭവിച്ചത്? അപ്പൊ മുളകുപൊടി വാരിയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ ഇരിക്കുന്ന ഈ ടിയർ ഗ്യാസിനെക്കാട്ടും നല്ലതാണല്ലോ ഈ മുളകുപൊടി. അത് ആദ്യമായിട്ടൊക്കെ മനസ്സിലാക്കുന്നു. കാരണം ഇങ്ങനെ കഥകളുണ്ടാകുമ്പോൾ ഇങ്ങനെ ഗ്യാസ് അടിച്ച് ഇങ്ങനെ വീഴുന്ന കണ്ണില് ടിയർ ഗ്യാസ് അടിച്ചു വിടുക, അതിനേക്കാട്ടും നല്ലതാണല്ലോ ഈ മുളകുപൊടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സമാധാനം കെടുത്തുന്നവരാരാ? സമാധാനം കെടുത്തുന്നവരാ? നിങ്ങൾ പറ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ചിലത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം ഇവിടെ കളഞ്ഞിട്ടു. നമ്മളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകും. ഇവിടെ വായിക്കുന്ന പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അടുത്ത വാക്യം
നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോലും നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും എന്നേക്കും മഹത്വവും ബലവും ആണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നവൻ. ഞാൻ ആ ഭാഗം ഒരുപാട് വാക്യങ്ങളുണ്ട്, പറഞ്ഞൊക്കെ വിടുക. ആ ഒരു വാക്യം എടുക്കുക. നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മെ സ്നേഹിച്ചത് കേട്ടോ. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ നൽകുന്ന സ്നേഹമാണ് ഇത്. നിത്യജീവൻ നൽകുന്ന സ്നേഹം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2:5 ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2:5. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അവന്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ ദൈവസ്നേഹം, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ ദൈവസ്നേഹം വാസ്തവമായി തന്നെ ഉണ്ട്. ദൈവത്തിന് ഒരിക്കൽ ഒരുത്തൻ വന്ന് പറഞ്ഞു, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കാൻ തക്കണം ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെറുപ്പം മുതലേ അനുസരിച്ച് വരുന്നു. യേശു പറഞ്ഞു, എന്താ നിനക്ക് ഒരു കുറവുണ്ട്? ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കാം, എന്നാ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഈ ഒരൊറ്റ വാക്യത്തെ അവൻ ദുഃഖിച്ചുകൊണ്ട് പോയി. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? വചനം പ്രമാണിക്കുന്നത് കൊണ്ടാണ്. അത് 3-ാം അധ്യായം 16-ാം വാക്യം വെച്ച് 1 യോഹന്നാൻ 3:16. കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് 1 യോഹന്നാൻ 3:16. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തനാൽ സ്നേഹം എന്ന് നടത്തുന്നു. നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം. പ്രാണനെ വെച്ചു കൊടുക്കുന്ന സ്നേഹം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു തന്റെ മക്കളെ സ്നേഹിച്ചതുപോലെ അവസാനം വരെയും സ്നേഹിച്ചു, അന്ത്യം വരെ സ്നേഹിച്ചു. യേശുവിന്റെ സ്നേഹം അന്ത്യം വരെയും ചെല്ലുന്ന സ്നേഹമായിരുന്നു. എഫെസ്യർ 2:4 വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. 1 യോഹന്നാൻ 3:1 വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത് വലിയ സ്നേഹമാകട്ടെ. കാരണം നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം എത്ര വലിയ സ്നേഹമാണ്. ഇനി അടുത്തത്, നമ്മുടെ പാപം പോക്കി. നമ്മുടെ പാപം, നമ്മൾ പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. നമ്മുടെ പാപം പോക്കി, നമ്മുടെ പാപം നമ്മൾ ക്ഷമിച്ചു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമാണ്. നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപം പോക്കിയവൻ. ഞാൻ അതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ രക്തത്താൽ വിടുവിച്ചു. തന്റെ രക്തമാണ് നമ്മളെ വിടുവിച്ചത്. മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മളെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയെന്നുള്ളത്, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി, നമ്മളെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആണ്. ഈ വാക്യങ്ങൾക്ക് ഓരോന്നും എടുത്ത് പറയേണ്ടതായ ആവശ്യമുണ്ടോ? ശരി, ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും. ഇത്രയും കാര്യം ഓർക്കുക. ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപം പോക്കി, നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. തന്റെ പിതാവായ ദൈവത്തിന് നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. അവൻ എന്നേക്കും മഹത്വവും ബലവും ആമീൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.